ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സൗമ്യ അനീഷ്. ഇന്നൊരു വെറൈറ്റി ജ്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ്. ചേട്ടൻ വളരെ നന്നായിട്ട് ജ്യൂസുകൾ ഉണ്ടാക്കും. ഞാൻ ഇട്ടിരിക്കുന്ന ജ്യൂസിൻ്റെ റെസിപ്പി എല്ലാം ചേട്ടൻ്റെ വകയാണ്. ഇന്ന് ചേട്ടൻ തന്നെ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംസാരിച്ച് നിന്നാൽ ശരിയാവില്ല. ഇത് എന്തിൻ്റെ ജ്യൂസാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ കരുതും ബീറ്റ്റൂട്ടോ അല്ലെങ്കിൽ ചെമ്പരത്തി ജ്യൂസ് ആണെന്ന്. ഇതൊന്നുമല്ല. അപ്പൊ നമുക്ക് കിച്ചണിൽ പോയി നോക്കാം എന്താണെന്നും പിന്നെ എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മുടെ ചുമന്ന ചീര വെച്ചിട്ടാണ് ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അടുക്കളത്തോട്ടത്തില് ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 2 തണ്ട് മുറിച്ചെടുത്ത് ജ്യൂസ് ഉണ്ടാക്കി നോക്കിക്കോളൂ. വളരെ ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 ചെറുനാരങ്ങയുടെ നീര്, പൊടിച്ച പഞ്ചസാര, അതൊരു 5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, എരിവുള്ളത് കാരണമാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചീര 2-3 തവണ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൻ്റെ ഇലയുടെ അടിയിലെല്ലാം ചെറിയ പ്രാണികൾ ഉള്ളത് കൊണ്ടാണ്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ഗ്ലാസ് വരും. അപ്പൊ നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ജ്യൂസ് ആണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ചീരയുടെ അളവും വെള്ളത്തിന്റെ അളവും കൂട്ടിയെടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ 3 തണ്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ വെള്ളത്തിലേക്ക് താത്തി വെച്ചു കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇലയുടെയും തണ്ടിന്റെ എല്ലാം കളറ് മാറി അത് വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. കണ്ടോ എന്ത് കളറാണെന്ന് നോക്കിയേ, നല്ല ചുവന്ന കളറായിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അരിച്ചെടുക്കണം. അപ്പൊ പെട്ടെന്ന് തണുപ്പിച്ചെടുക്കണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം പുറത്ത് വെച്ചാണ് തണുപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല കളറില്ലേ? ഇനി ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കാം. 3 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, നല്ല എരിവുള്ളത് കൊണ്ടാട്ടോ ചെറുതിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എരിവ് വേണ്ടവർക്ക് മുളക് അതിനനുസരിച്ച് ചേർത്താൽ മതി. കഴിഞ്ഞ ദിവസം ഇത് ഉണ്ടാക്കി ഐസ് ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് കേട്ടോ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചീര ചേർത്തിട്ടുള്ള ഹെൽത്തിയായ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ ചേട്ടന് വേണ്ടിയിട്ട് മാത്രം സോഡ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൂടി ഒന്ന് കാണിച്ചു തരാം.
സോഡ ചേർത്ത് ജ്യൂസും റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ ബൈ.